ഈ ടെറിറ്റോറിയൽ സ്പിരിറ്റ്സിനെ കൗണ്ടർ ചെയ്യാനുള്ള വഴിയാണ് സാക്രിഫൈസ്. ഇതാണ് ബിബ്ലിക്കലി നമ്മൾ ആദ്യം മുതൽ ഈ പിതാക്കന്മാരുടെ കാലം മുതൽ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന സൂക്ഷ്മ വായനയിൽ കാണുന്ന ഒരു സത്യം. അപ്പോൾ എവിടെല്ലാം പിശാചിന് ആരാധന സമർപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെല്ലാം പിശാച് ശക്തി പ്രാപിക്കും. അപ്പോൾ വർഷിപ്പ് കൊടുക്കുന്ന സ്ഥലത്തെല്ലാം പിശാച് ശക്തി പ്രാപിക്കുമ്പോൾ ആ പവറിനെ ഇല്ലാതാക്കണമെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ. എന്താണ് ആ വഴി? ട്രൂ വർഷിപ്പ് നടത്തുക. ട്രൂ വർഷിപ്പ് സാക്രിഫൈസ് ആണ്. അത് യേശുവിൻ്റെ കുരിശിലെ ബലിയാണ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതാണ് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അവിടെ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരിക്കലും, ഞാൻ പറയുന്നത് വിശുദ്ധ കുർബാനെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ നമ്മൾ അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈറ്റനിക് ഇൻവേഷനെ നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടത് ബലിയർപ്പിച്ചിട്ടാണ്. അതിൻ്റെ കാരണം യേശു കുരിശിൽ പിശാചിനെ പരാജയപ്പെടുത്തിയത് ഈ ബലിയർപ്പിച്ചിട്ടാണ്. എല്ലാ സാത്താന്യ അധികാരത്തെയും യേശു നിരായുധമാക്കിയത് യേശു കുരിശിൽ അവയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാലാണ് പൈശാചിക ശക്തികൾ കീഴടങ്ങുന്നത്. നമ്മൾ ബലി അർപ്പിക്കുമ്പോഴാണ് സാത്താൻ്റെ സ്വാധീനങ്ങൾ കുറയുന്നത്. ഇത് നമുക്ക് ദൈവം തരുന്ന അസാധാരണമായ, പൈശാചിക ശക്തികളിൽ നിന്ന് ദൈവം തരുന്ന അസാധാരണമായ ഒരു പ്രൊട്ടക്ഷനാണ്.